തഫ്സീർ തൊബരി എന്റെ കയ്യിൽ ഞാൻ വായിച്ചിട്ട് വീണ്ടും അതിന്റെ ചുവടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാൻ കിതാബുമാണ്. ഉസ്താദ് ചെയ്യേണ്ടത് മൊയ്തീശങ്ങളെ വിളിക്കാവോ മുനമ്പത്ത് ഹബീബിനെ വിളിക്കാൻ തെളിവിടെ എന്നല്ല, അവരെ വിളിക്കാൻ തെളിവ് എവിടെയെന്ന് കാണിച്ചു തരണം. അല്ല, ഉസ്താദ് പറയേണ്ടത് മുനമ്പത്ത് ഹബീബിയെ വിളിക്കാൻ തെളിവ് പാടില്ല എന്ന് എവിടെ എന്ന് ചോദിക്കരുത് ഉസ്താദ്. ദേവീത് ജനങ്ങളെ മുമ്പിൽ ചോദിക്കരുത്. കാരണം അതൊരു ഇസ്ലാമിയ ചോദ്യമല്ല, ഉത്തരവില്ലാത്ത കാര്യമാണ്. ഇസ്ലാമിയ ചോദ്യം. ഇസ്ലാമിയ ചോദ്യം എന്താണ്? മൊയ്തീശങ്ങളെ വിളിക്കാൻ, മുനമ്പത്ത് ഹബീബിയെ വിളിക്കാൻ തെളിവ് എവിടെ? അവർ കേൾക്കും. അവരോട് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചോദിച്ചോളിയും എന്ന് പറയുന്ന ഒരായത്ത് ഉസ്താദ് ഓതിയാൽ പിന്നെ നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കില്ല. അത് നമുക്ക് അതവിടെ നിൽക്കട്ടെ. നമ്മൾ അവിടെ ഞാൻ പറയാം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താ, അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്. എങ്ങനെ ചോദിക്കരുത്? മുജാഹിദുകൾ സാധാരണഗതിയിൽ സ്റ്റേജുകളിലും പേജുകളിലും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല, റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ്, ഖുർആന് വിരുദ്ധാണ്. ഇങ്ങനെ ഓല് പറഞ്ഞാൽ അതിന് തെളിവെന്താന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. എന്താ മൂപ്പര് പറഞ്ഞത്? അപ്പൊ പിന്നെ എന്ത് കേട്ടാ പിന്നെ നിങ്ങൾ ആദ്യം ഒന്ന് ഓതിയത്? അല്ല, അങ്ങനെ പെടുന്നു ഞാൻ കരുതിയിട്ടില്ലാന്നോ? അതാണ് അതിന്റെ അർത്ഥം. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകട്ടെ, ഈ ജനങ്ങളൊക്കെ തിരിയട്ടെ. മുജാഹിദ് സ്റ്റേജ് കെട്ടിയ അപ്പൊ തുടങ്ങും എന്താ പറയാ, മൊയ്തീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല, റസൂലിനെ വിളിക്കാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല, ശിർക്കാണ്, കുഫറാണ് എന്ന് പറയും. അങ്ങനെ ഓരങ്ങനെ പറയുമ്പോ അതിനെന്താ തെളിവ് നമുക്ക് ചോദിക്കാൻ പാടില്ല എന്നല്ലേ വയസ്സുകാലത്ത് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കാണ് എന്താണ് ഇപ്പൊ ഇതിന്റെ അബദ്ധം. അങ്ങനെ ഉസ്താദ് ചോദിക്കരുത്, അതൊരു സാമാന്യ ചോദ്യമല്ല എന്ന് പറഞ്ഞാൽ അത് ചോദ്യാണ്. ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നിപ്പോകും അത് ചോദ്യമല്ല. അതിന് നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാ മുജാഹിദുകൾക്കുള്ള കുഴപ്പമാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, മുഹയ്യദ്ദീൻ ശൈഖിനെയോ റസൂലുള്ളാഹിയെയോ ദൈവമാണെന്നോ, മറക്കണ്ടങ്ങളാരും ദൈവമാണെന്നോ, ദൈവാവതാരമാണെന്നോ, ദൈവപുത്രനാണെന്നോ, ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിക്കാതെ, മറിച്ച് അള്ളാഹു അവർക്ക് നൽകുന്ന കഴിവ് കൊണ്ട്, അള്ളാഹുവിൻ കഴിവ് കൊണ്ട് മഹാത്മാക്കൾ അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഈ ആയത്തിൽ എവിടെ തെളിവ്? അല്ലെങ്കിൽ വേറെ ഏതായത്തിലാ തെളിവുള്ളത്? തെളിവ് നിരത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾ ചെല്ലുമ്പോ മൗലവി പറഞ്ഞത് അത് നിങ്ങൾ ചോദിക്കരുത്, അത് ചോദിക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. അത് ചോദിക്കരുത്. ജനങ്ങളൊന്നും തിരിയട്ടെ, ജനങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്തുകൊണ്ട് അത് ചോദിക്കരുത് എന്ന് പറയുന്നു. അതിന് മറുപടിയില്ല. ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് തെളിയിക്കാൻ കഴിയോ? കഴിയില്ല. കഴിയെങ്കിൽ എത്ര കാലായി ഞങ്ങളിത് ചോദിക്കാൻ തുടങ്ങിയിട്ട്. മുഖാമുഖം തന്നെ നേരത്തെ പറഞ്ഞില്ല, 300ഓളം മുഖാമുഖം ചെറുതും വലുതുമായിട്ട് കേരളത്തിലും പുറത്തുമായിട്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ നടത്തുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അവിടെ ഒക്കെ ഞങ്ങൾ ചോദിക്കുക. അപ്പൊ കാണാം എന്നിരുന്നാലും തന്നെയും അല്ലാതെ എന്തെങ്കിലും പിന്നെ അതല്ല മറ്റേ അത് പിന്നെ അത് എന്നിങ്ങനെ പറഞ്ഞ അത് ഇത് എന്താ അത്? ഖുർആനിൽ എവിടെ ആയത്തെവിടെ? ഖുർആനിൽ എവിടെ ആയത്ത്? ഏതെങ്കിലും ഒരു മുഫസ്സിർ അത് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഇത്ര ഊക്കിൽ നടക്കുന്നത് അതല്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കട്ടെ. എന്താ ഇപ്പൊ ഞങ്ങൾ എത്ര മുജാഹിദുകൾ വലിയ ആവേശത്തോടല്ലേ വരുന്നത്? എന്നിട്ടും ഞങ്ങൾ വലിയ ഉസ്താദന്മാരും തരഞ്ഞെടുത്ത ഉസ്താദന്മാരും ഉള്ളവരെന്നെ പിന്നെ പോയിരിക്കുക. നോക്കിങ്ങള്, ഞങ്ങൾ ഈ കുട്ടികൾ ഇത്ര ധൈര്യത്തിൽ വരുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾക്കറിയാം മുജാഹിദുകൾക്ക് ഇതിന് തെളിവില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് വരികയാണ്. അല്ലെ ഇപ്പൊ ഞങ്ങൾ ഈ ധൈര്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. ഇവിടെ ലോകത്ത് എത്ര വലിയ കൊമ്പ മുജാഹിദുകളെ ഞങ്ങളെ മുഖാമുഖത്തിൽ വന്നില്ലേ? എന്നിട്ട് അവർ ചോദിച്ചില്ലേ, വന്നു പോകട്ടെ മയ്യത്തിന്റെ പേര് തലന്ന് പേനറങ്ങി പോണ മാതിരിയല്ലേ പിന്നെ പോലെ ഓരോരുത്തരും നമുക്കറിയില്ലേ? എന്താ കാരണം? തെളിവില്ല. മുജാഹിദ് തെളിയിക്കാൻ കഴിയില്ല. അതൊരു പച്ച കളവും ദുർവ്യാഖ്യാനം ഇങ്ങനെ പറയും. എന്നിട്ട് അങ്ങനെ അറിയാം. അത് ഓരോ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ. കാരണം മുജാഹിദ് സംസ്ഥാന നേതാക്കൾ പോലെ പറ്റിച്ചതാണ്, മൗലവിമാര് പറ്റിച്ചതാണ്. ഞാൻ ഇവരെ മൗലവിമാരല്ലാത്ത ഈ സാധാരണ മുജാഹിദുകളെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുക. ഇപ്പൊ ഇന്ന് മുജാഹിദ് സംഘടനകളിലുള്ള ജിന്നും പിശാചും തൗഹീദും നമുക്ക് അറിഞ്ഞൂടെ? ഇത് മൗലവിമാര്, വലിയ മൗലവിമാര് സാധാരണക്കാരെ പറ്റിക്കുകയാണെന്ന്. സാധാരണക്കാരായ മൗലവിമാർക്ക് വരെ തിരിഞ്ഞിട്ട് എത്രയോ സാധാരണക്കാർ ഇപ്പോ മുജാഹിദിന് മാറിയില്ലേ? അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ വിഷയത്തിൽ ഞാൻ എപ്പോഴും പോയിട്ടില്ല. എന്തൊഴുകും ഈ ആയത്താണ് നമ്മളെ വിഷയം. ഈ ആയത്ത് മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നത് ഏതെങ്കിലും ഒരു മുഫസ്സിർ, നിങ്ങൾ പറയുന്നത് എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞത് നിങ്ങളും കൂട്ടണ്ട. ഞാൻ കിതാബ് എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അതുപോലെ ഏതെങ്കിലും ഒരു കിതാബ് പറയാൻ കഴിയോ? ഏതെങ്കിലും ഒരു കിതാബിലുണ്ട് ഇത് പറയാൻ കഴിയോ? എന്തെങ്കിലും പറയാം. വെറുതെ നമ്മൾ നേരം കളഞ്ഞിട്ട് കാര്യമില്ല. അതുണ്ടെങ്കിൽ ആയത്തുണ്ടെങ്കിൽ പറയാം, ഹദീസ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. അതില്ലാതെ നിങ്ങൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉദ്ധരിക്കാനീ മതി. എന്നാ ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി അറിയും. ഏത് മഹാത്മാക്കളെ വിളിക്കാൻ പറ്റും എന്നതിന് നിങ്ങൾ രേഖ കൊണ്ടുവരണം എന്ന് പറഞ്ഞല്ലോ. ഞാൻ തെളിവ് ഉദ്ധരിക്കും. ഇവിടെ എന്റെ കയ്യിലുണ്ട്. ഇതാ പറയാൻ കാത്തിക്കുകയാണ്. പക്ഷെ അതിനാദ്യം
നമ്മൾ ചോദിച്ചു വെച്ചൊന്നാണ് തീരുമാനമായാലേ അത് നല്ല ഉഷാറാവും, എല്ലാവർക്കും കാര്യം പറയും. വേറെ ചോദിക്കാൻ മൂപ്പരാവും തീരുമാനമായിക്കോട്ടെ, മൂപ്പർക്ക് വഴങ്ങുകയാണെങ്കിൽ മറ്റേ കൊടുത്താൽ മതി. ഓണാക്കി നേരം വെളുക്കുന്നവരെ ചോദിച്ചാലും കൊഴയില്ല. അൽഹംദുലില്ലാ. നേരം വെളുക്കുന്നതിന് മറുപടി പറഞ്ഞാലും യാതൊരു ക്ഷീണവും ഇവിടെ ഉണ്ടാവില്ല. ഉസ്താദ് ഒരു തെറ്റിദ്ധരിപ്പിക്കൽ പ്ലീസ് ദയവീതിട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞത് എന്താണ്, മൗലിദ് കഴിക്കാൻ പാടില്ല എന്നതിന് തെളിവ് ആരും ചോദിക്കില്ല. മറിച്ച് പറയുക എങ്ങനെയാണ്, മൗലിദ് കഴിക്കാൻ തെളിവ് എവിടെ എന്നാണ് പറയേണ്ടത്. ഞാനതാ പറഞ്ഞത്, മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന തെളിവ് ആരും ചോദിക്കില്ല. പാടുണ്ട് എന്നതിനാ തെളിവ് ഇസ്ലാമിൽ അത് ഉസ്താദിന് അറിയാത്തത് കൊണ്ട് ഞാനത് അറിയാത്ത പഠിപ്പിച്ചു എന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷയം ഞാൻ ഉസ്താദോട് പറഞ്ഞു. നിങ്ങൾക്ക് അതല്ല, ഞാൻ അതൊന്ന് തീർക്കാം. നമുക്ക് ഇതിന്റെ അടുത്ത ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് അത് ധാരണ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ധാരണ പിശക് പറ്റുന്നുണ്ട്. എന്താന്ന് വെച്ചാല് മരിച്ച മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിന് തെളിവ് വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ ചോദിക്കാൻ പറ്റൂല എന്നുള്ളതിന് മൂപ്പരിപ്പോ ഉദാഹരണം പറഞ്ഞ എന്താ അറിയോ, മൗലിദ് കഴിക്കാൻ പാടില്ല എന്നുള്ളതിനല്ല തെളിവ്, പാടുണ്ട് എന്നുള്ളതിനാണ്, നടത്തണം എന്നുള്ളതിനാണ് തെളിവ് വേണ്ടത്. നിങ്ങൾ അവിടെയും പേഴ്സു നിങ്ങൾക്ക് മൗലിദ് കഴിക്കാൻ പാടില്ല, അത് നരകത്തിലേക്കാണ്, ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരണം. അല്ലാതെ അവിടെ അത് തെളിവില്ലാത്ത കാര്യമാണ്, തെളിവ് പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടൂല. അവിടെ നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, അത് ഉസൂൽ എന്ന് പറഞ്ഞ ചില സംഗതികളുണ്ട്, ജമ്മുൽ ജവാമി, മുസ്തഫ പോലത്തെ കിതാബുകൾ കുറ്റപ്പെടുത്തല്ല കേട്ടോ. അത് ഓതാത്തൊരു കുഴപ്പമാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നും പഴി ചാടരുത്, അതിന്റെ കുഴപ്പമാണ്. നിങ്ങളുടെ വാദമാണത്, അത് നിങ്ങൾ മനസ്സിലാക്കാം. എന്ത്, ഈ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചാൽ അവൻ മുശ്രിക്കാണ്, ശിർക്കാണ്, ഇത് നിങ്ങളെ വാദത്തിന് തെളിവ് കൊണ്ടുവരണം. അൽ ബയ്യിനത്തു അലൽ മുദ്ദഈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഹദീസ് നിങ്ങൾക്കറിയില്ലേ. സുന്നത്തും ഖുർആനും സുന്നത്തി ആളാന്ന് പറഞ്ഞ മുറുകെ പിടിച്ചാൽ പോലെ അത് മറിച്ചു നോക്കണം. റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസിൽ കാണാം അൽ ബയ്യിനത്തു അലൽ മുദ്ദഈ. ഒരു വാദം ഉന്നയിക്കുന്നവന്റെ മേലിലാണ് തെളിവ് വേണ്ടത്. വാദം, നിങ്ങളെ വാദം എന്താ, മഹാത്മാക്കളെ വിളിച്ചാൽ സഹായം ചോദിച്ചാൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണ് എന്നാ റസൂൽ പറയുന്നു. അങ്ങനെ പറഞ്ഞാല് നിങ്ങൾ വാദം തെളിവ് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ തെളിവ് വേണം. തെളിവ് കൊണ്ടുവരാതെ നിങ്ങളെ പ്രസ്താവിച്ചിങ്ങനെ പോയാൽ നിങ്ങളെ പ്രസ്താവന വിഴുങ്ങാൻ മാത്രം അന്തംഗംബികളായിട്ടുള്ളവർ ഇവിടെ ആരുമില്ല. മുജാഹിദ് നേതാക്കളോ മുജാഹിദുകളോ അവരുണ്ടാവും. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവർക്ക് അത്രയല്ലേ വിവരമുള്ളൂ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഖുർആനും സുന്നത്തും പഠിച്ചവർക്ക് അതിന് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഖുർആനുണ്ടോ നിങ്ങൾ പറഞ്ഞോളി, ഹദീസ് ഉണ്ടോ പറഞ്ഞോളി. ഇല്ലേ, ഖുർആനിന്റെ മുഫസ്സിറുകൾ, വ്യാഖ്യാതാക്കൾ ഉണ്ടല്ലോ, അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞോളൂ. ഇതല്ലാതെ നിങ്ങളിങ്ങനെ പറയാ, എന്നിട്ട് പറയാ ഇത് മുഹ്യിദ്ദീൻ ശൈഖിനെ ആ ചുരത്തും വന്ന് വിളിച്ചതിനെ പറ്റി തന്നെയാണ്, കൊടുങ്കാറ്റ് വരുമ്പോ വിളിക്കുന്നതിനെ പറ്റി തന്നെയാണ്, ഇത് സുനാമി ഉണ്ടാകുമ്പോ തന്നെയാണ്, കപ്പൽ മറി, അത് നിങ്ങൾ പോക്കറ്റിൽ എടുത്തതാണ്, അവിടെ തന്നെ വെക്കുക എന്നല്ലാതെ ബിസ്മിൻ ചൊല്ലി അവിടെ തന്നെ വെക്കുക, അവിടുന്ന് എടുക്കുക അവിടെ തന്നെ വെക്കുക. ഇത് നമ്മളെ വിവരമുള്ളവരുടെ മുമ്പിൽ അത് നടക്കൂല. മൈക്ക കൊടുക്കുക മുമ്പർക്ക് അതിന് കുറിച്ച്